ഹായ് ഫ്രണ്ട്സ്, ബ്രദേഴ്സ് ഔട്ട്ഡോർ കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സിൻ്റെ ഒരു പ്രോഗ്രാം ആൽഫ ഹൊറിസണിൽ നടക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. നമ്മളിവിടെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമുക്ക് കാണാം. ചന്ദനക്കുരയൊക്കെ തൊടിയിച്ച് തുളസിയൊക്കെ തന്നാണ് അവർ സ്വീകരിക്കുന്നത്. കായ വറുത്തതും ശർക്കര വരട്ടിയും ഉണ്ണിയപ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ. നമ്മളുടെ കേരളത്തിൽ ഓണം കഴിഞ്ഞാലും മലയാളികളുടെ ഓണാഘോഷം കഴിയില്ല. അതെ, ഇവിടെ ഒരു ഓണാഘോഷമാണ് നടക്കുന്നത്. നാടൻ വിഭവങ്ങളാണ് ഇവിടെ സ്റ്റാർട്ടറായിട്ടുള്ളത്. ഉഴുന്നുവട, ഉണ്ടംപൊരി, പരിപ്പ് വട, കൂടാതെ മുളക് ബജ്ജി, കായ ബജ്ജി, സമൂസ, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാർട്ടർ. ഓരോ വിഭവങ്ങളും തീരണതനുസരിച്ചാണ് ഫ്രഷായിട്ട് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഈ ചില്ലുകൂട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വരുന്നത്. ആളുകൾ അതനുസരിച്ചൊക്കെ കഴിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ലൈം ജ്യൂസ്, വാട്ടർമെലൺ, ഗ്രേപ്പ് ജ്യൂസ്, പിന്നെ പപ്പായ ജ്യൂസ്, ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഞാൻ ഗ്രേപ്പ് ജ്യൂസാണ് കുടിച്ചത്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഓണനിലാവ് 2025 ഇവിടെ നടക്കുന്നത്. ഇവിടെ നോക്കി ടീകൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. ഇവിടെ മസാല ടീ, ഗ്രീൻ ടീ, കരിപ്പട്ടി ടീ, ഗ്രീൻ ആപ്പിൾ ടീ, ഹൈബിസ്കസ് ടീ, ബ്ലാക്ക് ടീ, ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ടീകളുണ്ടായിരുന്നു. ഞാനതിൽ മസാല ടീ ആണ് കുടിച്ചത്. സാലഡുകൾക്ക് മാത്രമായിട്ടൊരു സെഷൻ ഉണ്ട്. ഇവിടെ ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മാങ്ങ, ബീട്രൂട്ട്, കുക്കുംബർ, പിണ്ടി, ചെമ്മിപ്പുളി, ക്യാരറ്റ്, ലൂബിക്ക, ചൗ, നെല്ലിക്ക, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ടതുണ്ട്. കൂടാതെ നമ്മുടെ പഴയകാല മിഠായികളെ കപ്പലണ്ടി മിഠായി, ചൗ മിഠായി, കാബോളി മിഠായി, കടല, നാരങ്ങ മിഠായി, തേൻ നിലാവ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്, കുറേ നട്ട്സുകൾ, കട്ട് ഫ്രൂട്ട്സ്, ആപ്പിള്, പൈനാപ്പിള്, വാട്ടർമെലൺ, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു ഏരിയ ആണിത്. ഈ ഒരു കൗണ്ടർ ഓപ്പൺ ആയപ്പോൾ തന്നെ കണ്ടില്ലേ എത്ര പെട്ടെന്ന് വിഭവങ്ങളെല്ലാം തീർന്നത്. അത്രമാത്രം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കൗണ്ടറിലെ വിഭവങ്ങളെല്ലാം തന്നെ. പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്
പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ദേശീയ കുടുംബത്തിലെ ഓണാഘോഷത്തിലെ എല്ലാ ആശംസകളും. എറണാകുളം ജില്ലാശുപത്രിയിലെ ഈ വർഷത്തെ ഓണാഘോഷത്തിന് പരിസമാപ്തിയാണ്. ഈ അവസരത്തിൽ നടത്തിവന്ന ഓരോ ഓണപരിപാടികളും മത്സരങ്ങളിലും പങ്കെടുത്തവർക്കും വിജയികളായവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി അതിന് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും അതുപോലെ തന്നെ ജോലിഭാരങ്ങളും മറന്ന് എൻഷുർ ചെയ്യുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വളരെ അർമ്മശബളമായ ഒരു രാത്രിയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാർ കുറേ പാർട്ടിസിപ്പൻസിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി കഴിയാനും കുറേ ആൾക്കാരും കൂടി നടത്തിയിട്ടുണ്ട്. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ആശംസകൾ അറിയിക്കുന്നു. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണാശംസിക്കുന്നതിൽ അതൊന്നും ഓർമ്മയില്ല. അതിലെല്ലാവർക്കും നല്ലതല്ലേ പിന്നെ ആശംസകൾ നിർത്തുന്നു. നന്ദി നമസ്കാരം. നമുക്ക് വളരെ എല്ലാ ആളുകളും നമുക്ക് 2025 ഇതാവ് ഇന്നിങ്ങനെയാണ് അടുത്ത തവണയുടെ രീതിയിലായിരിക്കും എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റവും പ്രിയമുള്ളവരെ, എല്ലാവർക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. ഓണനിലാവ് 2025 ഇത്രയും മനോഹരമായി പ്രൗഢഗംഭീരമായി ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്തതായ നമ്മളുടെ ജനറാശിസത്തെ ആരാധനായ സൂപ്രണ്ട് സജിത സാറിനും അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വെൽഫെയർ കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങൾക്കും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ആരോഗ്യരംഗത്തെ ടേഷറി കെയറായി പ്രവർത്തിക്കുന്ന എല്ലാവിധ ഡിപ്പാർട്ട്മെന്റ്സും ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായ ജനറാശിസത്തിലെ ഈ സ്റ്റാഫിന്റെ ഉള്ളിൽ ഇത്രയും കഠിനമായി ജോലി ചെയ്യുന്ന, ഇത്രയും വിസ്തൃതമായി സേവനം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇത്രയും മനോഹരമായ കഴിവുകൾ വളരെ ആസ്വദിച്ചാണ് പലപ്പോഴും ഓരോ പാർട്ടികൾക്കും ഞാനും കൂടെ പാടി വളരെ ആസ്വദിച്ച് ആ ഒരു പ്രോഗ്രാം എല്ലാം തന്നെ ഇത്ര മനോഹരമായി അവതരിപ്പിക്കുകയും ഇനി കുറെ അധികം പ്രോഗ്രാംസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 20ഓളം പ്രോഗ്രാംസ് ഇവിടെ ഇനി മൊത്തം നിങ്ങൾ ചാർട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മുമ്പിൽ നമ്മളാരും കരിക്കട്ടകളോ നമ്മളാരും കളിമണ്ണോ ഒന്നുമില്ല, മറിച്ച് നമ്മളാരും മാണിക്യങ്ങളാണ്. നമ്മുടെ ഇടയിലുള്ള ഈ ആശുപത്രിയിൽ ഓരോ ജീവനക്കാരെ സംബന്ധിച്ച് മാണിക്യങ്ങളാണ്. ആ മാണിക്യങ്ങളുടെ ആ സംഗമമാണ് മാണിക്യങ്ങളുടെ ആഘോഷമാണ് ഓണനിലാവ് 2025. ഒരുപാട് നേട്ടങ്ങൾ വർഷമാണ്. ഒരുപാട് പേര് നമ്മൾ വിട്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഐശ്വര്യ, ഗോപകുമാർ, നമ്മുടെ സാഹസിക, അവരൊക്കെ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു. അവരൊക്കെ നമ്മളോട് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ വർഷം നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ അവരൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പൂക്കൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആഘോഷത്തിലേക്ക് പോകാം. അവരുടെ എല്ലാവരും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ഒന്ന് അവസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഓണനിലാവ് കെടാതിരിക്കട്ടെ, ഓണനിലാവ് നീനാൾ വാഴട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമുക്കറിയാം, നമ്മുടെ ഓണം അപ്പദിനം തുടങ്ങിയ ആഘോഷമാണ്, ഇതുവരെ തീർന്നിട്ടില്ല. എറണാകുളം ജലാശയ ജീവനക്കാരുടെ ഹൃദയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന, അടുത്ത ഓണക്കാലം വരെ നീണ്ടു നിൽക്കുന്ന സമർത്ഥമായ ഓണക്കാലം ഞാൻ നേരുന്നു. നിങ്ങളുടെ ഓരോ ദിവസവും ഓണത്തിന് തുല്യമായി അല്ലെങ്കിൽ പോട്ടെ, സന്തോഷത്തിലേക്ക് പോട്ടെ, ആ വൈബോടിൽ പോട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഓണനിലാവ് നീനാൾ വാഴട്ടെ. ഇപ്പോൾ ആരോഗ്യരംഗത്ത് നമ്മുടെ ആശുപത്രിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. തീർച്ചയായും ഒരിക്കൽ കൂടി ഡോക്ടർ സഹർഷയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാം ഒരു ടീമായി, ഇവിടുത്തെ ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും അറ്റൻഡേഴ്സും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ടീമായി ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് എൻ്റെ ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ദോശ, സാമ്പാർ, ചമ്മന്തി, അതും 2 ടൈപ്പ് ചമ്മന്തിയുണ്ട്. പുട്ട് കണ്ട നല്ല കളർഫുള്ളായിട്ട്, അരിപ്പുട്ട് മാത്രമല്ല റാഗിപ്പുട്ടും ചോളം പുട്ടും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇവിടെ. നാടൻ വിഭവമായ കപ്പയും മീനും ഉണ്ട്. പിന്നെ റൈസ്, ചിക്കൻ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. എല്ലാം തന്നെ ഒരുവിധം നാടൻ വിഭവങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു മെനു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ജനറൽ ഹോസ്പിറ്റൽ പോലുള്ള സ്ഥാപനത്തിൽ കുറേ വർഷങ്ങളായി ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കുന്ന പ്രദേശ് കാറ്ററിങ്ങിനെ കുറിച്ച് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടായ ഷഹർഷ സാറിനോട് നമുക്ക് ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും സമഗ്രമായ സംവിധാനങ്ങളുടെ ഏറ്റവും ബൃഹത്തായ ആശുപത്രിയാണ് എറണാകുളം ജില്ലാ ആശുപത്രി. നിങ്ങൾക്കറിയാം, വിവിധങ്ങളായ ഒരുപാട് ഹൈ എൻഡ് പ്രൊസീജിയേഴ്സ് നടക്കുന്ന ആശുപത്രിയാണ്. അതുപോലെ തന്നെയാണ് അവിടെയുള്ള ആചരണങ്ങളും ആഘോഷ പരിപാടികളും. ഈ ആചരണത്തിനും ആഘോഷ പരിപാടികളും ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടികൾ വരെ ഉണ്ട്. ആചരണങ്ങളും ആഘോഷ പരിപാടികളൊക്കെ ചെറിയ ഗ്രൂപ്പ് മുതൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ ബൃഹത്തായ പരിപാടികൾ വരെ ഉണ്ട്. ഇതിനെല്ലാം ഞങ്ങൾക്ക് ആഹാരം കൊണ്ടും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ കൊണ്ടും സമ്പന്നമാക്കുന്നത് ബ്രദേഴ്സ് കാറ്ററിംഗ് ആണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ തയ്യാറാക്കി തരുന്നത് നമ്മുടെ സത്താർ നേതൃത്വം വഹിക്കുന്ന ബ്രദേഴ്സ് കാറ്ററിംഗ് ആണ്. എത്ര നന്ദി പറഞ്ഞാലും കഴിയില്ല. എറണാകുളം ജില്ലാ ആശുപത്രിയുടെ ചരിത്രം തന്നെ സത്താറിൻ്റെ കൂടെ ചരിത്രമാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് സത്താർ എന്ന് പറയുന്ന വ്യക്തിയെ വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ബ്രദേഴ്സ് കാറ്ററിംഗ് എന്ന സംവിധാനം വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശുപത്രിയിലെ ഒരു ഫംഗ്ഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്ര വിശ്വാസ്യതയോടുകൂടിയാണ് അവർ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഒരുപാട് അഭിനന്ദനങ്ങൾ, ഒരുപാട് ആശംസകൾ. ഫുഡ് കഴിച്ച് ഓൾമോസ്റ്റ് കഴിച്ച് കഴിയാറായിട്ടുണ്ടല്ലോ. ഇല്ല. ഫുഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല ഫുഡാണ് കേട്ടോ, നല്ല ഫുഡാണ്. അതിന്റെ പേരറിയത്തില്ല, എന്തായാലും കഴിച്ചു, നല്ലതായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചോ. നല്ല ഫുഡായിരുന്നു, എല്ലാം ടേസ്റ്റി ആയിരുന്നു. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? വെറൈറ്റി ആയിരുന്നു എല്ലാം. ആണോ? ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കപ്പയും മീൻകറി. ചേച്ചിക്ക് ഏതാ? ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കപ്പയും മീൻകറി. എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാം നല്ല ഫുഡാണ്. ഒരു തമ്പ് കൊടുക്കും. ഇങ്ങോട്ട് അവിടെയാണ് വീഡിയോ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടിരിക്കുവാണോ? ഫുഡ് ഇഷ്ടപ്പെട്ടോ? അത് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നെയ്ച്ചോറും ചിക്കൻ കറിയും. എനിക്ക് കപ്പ മീൻകറി. നല്ല കപ്പയും മീൻകറി. എല്ലാ ഐറ്റംസും കുറേശ്ശെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാം നല്ലതാണ്. ഒരു തമ്പ് കൊടുക്കാം. ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറും ചിക്കൻ കറിയും ഒരു സോളോ ഗാനവുമായി എത്തുന്നു. ചെറിയൊരു മീറ്റിംഗ് ആയാലും മറ്റേതൊരു ഇവൻറ്റ്സ് ആയാലും ബ്രദേഴ്സ് കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് ഏത് തരത്തിലുള്ള ഫുഡിനാണെങ്കിലും നമുക്ക് ബ്രദേഴ്സ് കാറ്ററിങ്ങിനെ സമീപിക്കാം. എല്ലാം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ചക്കി സ്പേസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.